ഹലോ നമസ്കാരം. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ നമ്മൾ വന്നുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നല്ല നാടൻ പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം അതായത് നമ്മുടെ പണികളൊക്കെ തുടങ്ങായി. പതിവ് പോലെ തന്നെ ആദ്യം ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനൊന്ന് ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മുടക്കമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യല്ലേ നല്ലത്. അപ്പോൾ ഓട്സ് ഉപ്മാവ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഉപ്മാവിലേക്ക് ഞാനൊരു ക്യാരറ്റും ഒരു സവാളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം പിന്നെ അതേ ഉപ്മാവിലേക്കുള്ള വെജിറ്റബിളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഒരു പകുതി സവാള എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും ഒരു 2-3 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 2 വറ്റൽമുളക് കൂടി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതേ വറ്റൽമുളക് കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാൻ നോക്കിയപ്പോൾ കറിവേപ്പില ഒക്കെ അങ്ങനെ നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിലുണ്ട് കറിവേപ്പ്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ഇലയൊക്കെ പൊരിച്ചപ്പോൾ ഞാനതൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പൊടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊന്നും പൊട്ടിക്കാനുള്ള ആയിട്ടില്ല. അപ്പോൾ ഉള്ള കറിവേപ്പിലയെന്ന് തന്നെ ഞാൻ തെരഞ്ഞു പിടിച്ച് കുറച്ച് കറിവേപ്പില എടുത്ത് ഇതേ കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിടി നാളികേരം കൂടി ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും പിന്നെ ഒരു പിടി ഫ്രോസൺ ഗ്രീൻ പീസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഈ സമയത്ത് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വീണ്ടും ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ആ ഗ്ലാസ് കൊണ്ട് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്ലാസ് കൊണ്ട് തന്നെ നിറച്ച് ഒരു ഗ്ലാസ് ഓട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓട്സും കൂടി ഇട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഓട്സിന് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഓട്സും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതീയിലൊന്ന് മൂടി വെച്ചു. ഓട്സ് അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തീ കൂട്ടി വെക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ഓട്സ് ഉപ്മാവൊക്കെ റെഡിയായി. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഒരു 3-4 പഴം കൂടി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഓട്സ് ഉപ്മാവും പഴം പുഴുങ്ങിയതും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കാലത്തേക്കായിട്ട് ഞാനിന്ന് സ്പെഷ്യലായിട്ടൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കണത്. അപ്പം ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ, അപ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പൊതിച്ചോറിലേക്ക് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ആദ്യം ഉണ്ടാക്കണത്. അപ്പോൾ മാങ്ങ ചെറിയത് ലുലുവിൽ പോയപ്പോൾ ചെറിയ മാങ്ങ ഇരിക്കണ കണ്ടപ്പോൾ അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി, മാങ്ങ ചെറുത് കണ്ടപ്പോൾ നമ്മളത് മേടിച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും കേട്ടോ. അപ്പം മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേ നമ്മൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആ സ്പൂൺ കൊണ്ട് തന്നെ ഒരു 3/4 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3/4 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് എല്ലാം കൂടി തിരുമ്പി എടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആദ്യം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 3-4 പിടി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3/4 സ്പൂണോളം, ചെറിയ സ്പൂൺ കൊണ്ടാണ് 3/4 സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും. അപ്പം എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇടണില്ല. പിന്നെ ഒരു 3-4 കുരുമുളക് കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് ഞാൻ തൈരാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന തൈര് അധികം പുളിയൊന്നുമില്ല. അപ്പോൾ ഒരു 2-3 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കൂട്ടി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നാളികേരമൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് അപ്പോഴേക്കും മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം കൂടി. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ ഉപ്പും പിന്നെ ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ലൈലൊന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്ന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ കട്ടായി പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് അരപ്പൊക്കെ നന്നായി തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് പിന്നെ വീണ്ടും നന്നായി തിളച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തൈര് ചേർക്കണത് കേട്ടോ. തൈരൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് താളിച്ചു കൊടുക്കണം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉലുവ കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തു. ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഏകദേശം 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. അത് കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അത് കറിയിലേക്ക് ഒഴിച്ചു. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ നമ്മൾ കുറച്ച് പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊതിച്ചോറിൽ പയറുപ്പേരി നിർബന്ധമായിട്ടുണ്ടാവില്ല. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മളൊരു ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നത് ചക്കക്കുരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തൊലിയൊക്കെ കളഞ്ഞ് അത് കഴുകി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതേ ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്കത് കാച്ചിയെടുക്കാം. അതേ കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ തപ്പിപ്പറക്കി കുറച്ചും കൂടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് കഴുകി അതിലേക്കിട്ട് അത് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് അതും മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള ചക്കക്കൂര അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ അത് ഇവിടെ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കും ചക്കക്കുരു ഉപ്പേരി ഭയങ്കര ഇഷ്ടാവൂലേ. അപ്പോൾ വെറുതെ കട്ടൻ ചായ കൂട്ടി കഴിക്കാനും ഇത് നല്ലതാല്ലേ. പിന്നെ ഇത് പൊതിച്ചോറിലേക്ക് ചമ്മന്തി വേണ്ടേ. ചമ്മന്തി ഇല്ലാത്തൊരു പൊതിച്ചോറില്ലല്ലോ അല്ലേ. അപ്പോൾ അതേ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മാങ്ങയും കുറച്ച് ഉപ്പും 2 ചെറിയ ഉള്ളിയും 2 കറിവേപ്പിലയും. അപ്പോൾ ഇത്ര ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയല്ലേ. അപ്പോൾ മുട്ടയും നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ചെറുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഉപ്പിട്ട് അതും അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ വറുക്കാനുള്ള മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് അത് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വറുക്കാനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതേ മീൻ വറുക്കാനായിട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതേ മുട്ടയും കൂടി വറുത്തെടുക്കണം. അപ്പോൾ അതേ പൊതിച്ചോറിലേക്കുള്ള ഒഴിച്ചുകറിയും ഉപ്പേരിയും 2 തരം ഉപ്പേരിയും ചമ്മന്തിയും മുട്ടയും പിന്നെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടിയെടുക്കാം. അപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന വീട്ടിൽ നിന്ന് മുറിക്കണ ഇല പോലത്തെ നല്ലത് നമ്മൾ മേടിക്കണതാണ്. അപ്പോൾ ഇത്തിരി വാടിയിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊന്ന് അങ്ങനെ ചീന്തിയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് കെട്ടാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പറ്റണ പോലെ ചെയ്യാം. അപ്പോൾ അതേ ചോറിട്ടു, ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാങ്ങാച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ പച്ചപ്പയർ ഉപ്പേരിയും ചക്കക്കുരു ഉപ്പേരി, മുട്ട വറുത്തത്, മീൻ വറുത്തത്, പിന്നെ നമ്മുടെ ഒഴിച്ചുകറി കുറച്ച് ഒഴിക്കണുള്ള. നമ്മളൊരു മാങ്ങ മാത്രമാണ് വെച്ച് കൊടുത്തുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ കറികളൊക്കെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ അത് ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പൊതിച്ചോറൊക്കെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഒക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ അധികം നേരം വെക്കാണ്ട് തന്നെ നമ്മൾ അതെടുത്ത് തുറന്ന് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മോൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.